വേൾഡ് കപ്പ് മത്സരങ്ങൾ അമേരിക്കയിൽ നിന്ന് മാറ്റണമെന്ന് ഇറാൻ, മെക്സിക്കോയിലേക്ക് മാറ്റണമെന്നതാണ് ആവശ്യം. ഇറാൻ ഫുട്ബോൾ ടീമിന് അമേരിക്കയിൽ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ട്രംപ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഫിഫയുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയാണ് എന്നും ഇറാൻ ഫുട്ബോൾ മേധാവി മെഹ്ദി താജ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഈ യുദ്ധം 4 ആഴ്ചയോളം നീളുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള ചില സൂചനകൾ ട്രംപിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇറാൻ ഫുട്ബോൾ മേധാവിയുടെ ഈ പ്രതികരണം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അതിനോട് ചേർത്ത് വയ്ക്കേണ്ടത്? കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ കണ്ടറിയേണ്ടതുണ്ട് എന്നൊരു നിലപാട് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുരക്ഷ ഒരുക്കുന്നത് സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ ഇറാൻ അറിയിക്കുകയും സ്വാഭാവികമായും അവിടെ അമേരിക്കയിൽ നിന്നും ഫുട്ബോൾ മത്സരം, അതായത് ജൂണിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരം മാറ്റണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഫിഫയുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാണ് മെഹ്ദി താജ്, അതായത് ഇറാൻ്റെ ഫുട്ബോൾ സംവിധാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയാണ്. കാരണം ഇറാൻ ഫുട്ബോൾ ടീം അവിടെ എത്തുകയാണെങ്കിൽ അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ ഒഴിവാക്കുന്നതിനെ അമേരിക്കയിൽ നിന്നും ഈ ഫുട്ബോൾ മത്സരം മെക്സിക്കോയിലേക്ക്, തൊട്ടടുത്ത രാജ്യത്തേക്ക് മാറ്റണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മെക്സിക്കോയിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ സ്വാഭാവികമായും അത് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഇറാൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ടീം ആ രാജ്യത്ത് നിന്നും ഫുട്ബോൾ മാറ്റണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ അമേരിക്ക ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇറാൻ ടീമിനെ. എങ്കിൽ കൂടി ഇക്കാര്യത്തിൽ എത്ര കണ്ട് പ്രായോഗികമായി തങ്ങൾക്ക് അമേരിക്കയിലെത്തി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനാകുമെന്നത് സംബന്ധിച്ച ആശങ്കയാണ് ഇറാൻ ഫുട്ബോൾ ടീം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഫുട്ബോൾ മത്സരം മാറ്റണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഫിഫ അക്കാര്യം ചർച്ച ചെയ്യുന്നു ഫിഫയുമായി എന്നാണ് ഇപ്പോൾ ഇറാൻ ഫുട്ബോൾ സംവിധാനങ്ങളുടെ ഫുട്ബോൾ അസോസിയേഷൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഫുട്ബോൾ വിഭാഗത്തിൻ്റെ മേധാവി അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയൊരു വിഷയമായി ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് 3 മാസത്തിനകം അല്ലെങ്കിൽ അതിന് ആ ചെറിയ കാലയളവിനകം ഫുട്ബോൾ മത്സരങ്ങൾ, വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഏറെ പ്രാധാന്യമുള്ളൊരു നിലപാടാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗൾഫ് മേഖലയിലൊക്കെ ഇപ്പോഴും അശാന്തി തുടരുകയാണ്. തുടർച്ചയായി ഇറാൻ പ്രകോപനം സൃഷ്ടിക്കുന്നു. ആ ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതല്ലേ? അതായത് അവരുടെ കാര്യത്തിൽ അവർക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. പക്ഷേ ഒരു സമാധാനത്തിന് വേണ്ടി അവർ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയല്ല. കാരണം ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന ഒരു സന്ദേശം കൂടി നൽകുന്നില്ലേ ഇറാൻ? തീർച്ചയായും രാഖി, ഇറാൻ ഇന്നലെ ഇക്കഴിഞ്ഞ ദിവസം നൽകിയ ഒരു നിലപാട്, അല്ലെങ്കിൽ പുറത്തു പറഞ്ഞൊരു നിലപാട് എന്ന് പറയുന്നത് അബ്ബാസ് അറാക്ചി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ട്രംപ് അതിന് തൊട്ടു മുമ്പാണ് ചില ചർച്ചകൾക്ക്, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ചില സൂചനകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അബ്ബാസ് അറാക്ചിയുടെ വിശദീകരണം വന്നത്. ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്കും വിട്ടുവീഴ്ചയ്ക്കും പിന്നോട്ട് പോകാനും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടായിരുന്നു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലൊരു ആക്രമണം നടത്തുന്നൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നും, ഇറാൻ്റെ പ്രോക്സി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇറാൻ്റെ പ്രോക്സി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വെല്ലുവിളി നേരിടുന്നത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളൊക്കെയാണ്. അത്തരത്തിൽ ആ വെല്ലുവിളി നേരിടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയും അതുപോലുള്ള സഖ്യകക്ഷികളും അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ആ ഒരുക്കങ്ങളാണ്, അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇറാൻ്റെ നിലപാട്. നേരത്തെ തന്നെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഫ്രാൻസിനും അതുപോലെ തന്നെ അമേരിക്കയുടെ അസറ്റുകളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഖത്തറിലും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഈ അമേരിക്കയുടെ സ്വത്തുവകകളിൽ, പ്രതിരോധ സ്വത്തുവകകളിലാണ് ആക്രമണം നടത്തിയിരുന്നത്. ഈ ഒരു നീക്കത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇനിയും തുടരുന്നൊരു സാഹചര്യം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതും ഇപ്പോൾ ഈ ഫുട്ബോൾ മത്സരത്തിൻ്റെ കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഫുട്ബോൾ മത്സരം മാറ്റിവെക്കുന്നതിനുള്ള ഒരാവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് പ്രായോഗികമായി നടപ്പാകുമെന്ന് നിലവിൽ കരുതുക വയ്യ. പക്ഷേ ഈ ഒരു വാദം, ഈ ഒരു പ്രശ്നം, ഇറാൻ മുന്നോട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ആ സംഘർഷങ്ങൾക്കും ആ സുരക്ഷ ഉറപ്പാക്കുന്നതിലെ വീഴ്ചകൾ ഉണ്ടായേക്കാമെന്ന സൂചനയ്ക്കും കാരണമാകുമെന്ന വ്യാഖ്യാനവും വരുന്നുണ്ട്. ശരി.